സംഗീപത്രമായ കേസരി വാരികയുടെ പത്രാധിപനായ NR മധു എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം ചാണകസംഖി. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലും ഈ അടുത്ത കാലത്തായി ചർച്ച ചെയ്യപ്പെട്ട വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ ഗായകനെക്കുറിച്ച് ചില വർഗീയമായ ചില പരാമർശങ്ങൾ പറഞ്ഞു വെച്ചു. വേടന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. ആ യാതൊരു സംശയം വേണ്ടത് ജിഹാദികളാണ്. യോഗേന്ദ്രനാഥ മണ്ഡലിന്റെ പിന്നിൽ ആരാണോ ഉണ്ടായിരുന്നത് അതേ ശക്തികളാണ് വേടന്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഇതിലെനിക്ക് തമാശയായി തോന്നിയത് ആ അവതാരികയാണ്. ആരാണത്? വലിയ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, ആരാണത്? ആ ചോദ്യം ചോദിക്കുന്ന അവതാരികയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ചാണകസംഖി എന്താണ് പറയാൻ പോകുന്നത് എന്ന്. എന്നിട്ടും വലിയ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, ആരാണത്? ആരാണ്? സ്ഥിരം ചാണകസംഖികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ ജിഹാദികൾ എന്ന് പറയുന്ന പദം തന്നെയാണ് ഈ NR മധു എന്ന് പറയുന്ന ചാണകസംഖിയും അവിടെ പ്രയോഗിച്ചത്. അങ്ങനെ വേടനെയും സംഘികൾ ജിഹാദിയാക്കി മാറ്റി. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമായ കാര്യങ്ങളാണ്. കാരണം ഈ വർഗീയത തലയ്ക്ക് പിടിച്ച സംഘികൾക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ല ജിഹാദികൾ. ആ മുസ്ലിമീങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ, ഇവരെല്ലാം ഇവരുടെ കണ്ണിൽ ജിഹാദികളാണ്. ഒന്നിനു പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും ജിഹാദികളാക്കി മാറ്റും. ഇവരുടെ കണ്ണിൽ എന്തുകൊണ്ടാണ് വേടൻ ഒരു ജിഹാദിയായി മാറിയതെന്ന് ചോദിച്ചാൽ, വേടൻ ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ ആ ഒരു രാഷ്ട്രീയത തന്നെയാണ്. നമുക്കറിയാം, ജാതീയതയ്ക്കെതിരെ, സവർണ മേധാവിത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു ഗായകനാണ് ഈ വേടൻ എന്ന് പറയുന്ന റാപ്പർ. ആ വേടൻ്റെ പാട്ടിലെ വരികൾ, ആ മൂർച്ചയുള്ള വാക്കുകൾ, അത് ഇത്തരത്തിലുള്ള പല സംഖ്യകളെയും ഉറക്കം കെടുത്താറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വേടനെക്കുറിച്ച് ഇത്തരം വർഗീയവാദികൾ പലതരത്തിലുള്ള വർഗീയതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വേടൻ്റെ ആ പാട്ടുകൾ ഇത്തരത്തിലുള്ള വർഗീയവാദികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഗസയെക്കുറിച്ചൊക്കെ ശബ്ദിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടുന്ന വേദികളിൽ ഫലസ്തീൻ പതാകകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോകളൊക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. മാത്രവുമല്ല, ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി പോരാടിയ യാസർ അറഫാത്തിനെ കുറിച്ചും വേടൻ പറഞ്ഞു വച്ചത് ഇത്തരം സംഖ്യകളെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. നോക്കൂ, യാസർ അറഫാത്തിനെ കുറിച്ച് വേടൻ പറഞ്ഞു വെച്ച ആ കാര്യങ്ങൾ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനകത്ത് ഞാനൊരു വരി എഴുതണ്ടേ? അതിങ്ങനെയാണ്: എൻ്റെ ഇടത് കൈയിലെ ഒലിവിൻ്റെ ചില്ല വീണുപോയല്ലോ, എൻ്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എൻ്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ, എൻ്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ തിരയും തീർന്നല്ലോ. കണ്ടില്ലേ? ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഗസയിൽ അവിടെയുള്ള ജനതകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, യാസർ അറഫാത്തിനെ കുറിച്ച് പറയുമ്പോൾ, പിന്നെ എങ്ങനെയാണ് സംഘികൾക്ക് ഹാലടകാതിരിക്കുക? അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വർഗീയത നിറഞ്ഞ ഇത്തരം സംഘികൾ വേടനെ ഒരു ജിഹാദിയാക്കി മാറ്റിയത്. നമുക്കറിയാം, കുട്ടിക്കാലം മുതൽക്ക് തന്നെ വലിയ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്നത്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒരുപാട് അവഗണനകളും പ്രയാസങ്ങളും വേടനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. അമ്മ ശ്രീലങ്കക്കാരിയും. മുരളിക്കും ഭാര്യയ്ക്കും 3 മക്കളാണ് ജനിച്ചത്. മൂത്തവൻ ഹരിദാസ് മുരളി, രണ്ടാമത്തെ മകനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ, മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്. ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ. കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത്. അവനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ. വളർന്നപ്പോൾ വേടൻ എന്ന ആ പേര് തന്നെ ഹിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ മറ്റുള്ളവർ കളിയാക്കി വിളിച്ച വേടൻ എന്ന വട്ടപ്പേര് സ്വയം തന്നോട് ചേർത്ത് വെച്ചു.
അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. വേടന്റെ അമ്മ പണ്ട് മുതൽക്കേ അസുഖക്കാരിയായിരുന്നു. വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടെയാണ് മുരളിയും കുടുംബവും മുളങ്കുന്നത്തുകാവിലെ വാടക വീട്ടിലേക്കും എത്തിയത്. അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കി. മകൻ ഉയർച്ചകളിലേക്ക് പോകുന്നത് പോകവെയാണ് മുളങ്കുന്നത്തുകാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തിയത്. 2 വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത്. അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും. ഇത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നുവന്ന ഒരു ഗായകനാണ് വേടൻ. വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവനും ജിഹാദികളെന്നാണ് ഈ NR മധു പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഖ്യയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ജിഹാദികളായി മാറേണ്ടി വരും. കാരണം വേടൻ നടത്തുന്ന ഒരു പരിപാടി കാണാൻ വേണ്ടി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത്. അവരെല്ലാം വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ പറഞ്ഞു വെച്ചതുപോലെ വരുന്ന ആളുകളെല്ലാം ജിഹാദികളായി മാറണ്ടേ? അതുകൊണ്ട് വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. അല്ലെങ്കിലും സംഖ്യകൾക്ക് പണ്ടേയുള്ളൊരു അസുഖമാണ്. പെട്ടെന്ന് ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. പിന്നീട് മാപ്പും കരച്ചിലുമായി രംഗത്ത് വരും. ഇത് കാലാകാലങ്ങളായി കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ഈ NR മധുവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷവർമ എന്ന് പറയുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു വിവാദമായ പ്രസ്താവന നടത്തി എയറിലായി മാറിയത്. ഈ ചാണകസംഖ്യ നടത്തിയ പ്രസ്താവന എങ്ങനെയാണ്? ഷവർമ കടിച്ചു മരിച്ചവരിൽ ആയിഷയും മുഹമ്മദും തോമസുമില്ല, പക്ഷെ അതിൽ വർമ്മയുണ്ട്. അതുകൊണ്ടാണ് അത് ഷവർമയായത്. ഷവർമ എന്നത് ശവം പ്ലസ് വർമ്മ. ഷവർമ തിന്ന് മരിച്ചവരിൽ വർമ്മമാർ മാത്രം, മറ്റു മതസ്ഥരില്ല. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഒരുപക്ഷെ മൂർഖനും പാമ്പിന് പോലും ഇത്തരം വിഷം കാണില്ല എന്നുള്ളതാണ്. നമുക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ പോലും മതം കലർത്തിക്കൊണ്ട് വർഗീയത വിദ്വേഷം പറയുകയാണ്, ഒരു ഉളുപ്പ് പോലുമില്ലാതെ. നമുക്ക് പലരും പറഞ്ഞു വയ്ക്കാറുണ്ട് ഈ സംഖ്യകൾ അരിയാഹാരത്തിന് പകരം കഴിക്കുന്നത് ചാണകമാണെന്ന്. ഒരുപക്ഷെ ഇത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അത് 100% സത്യമാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം വിഡ്ഢിത്തമാണ് ഇത്തരം ആളുകൾ വിളിച്ചു പോകുന്നത്. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? മറ്റൊന്ന് മനുഷ്യർ കാണുന്ന ഷവർമയാണ്, അതായത് നമ്മൾ കടകളിൽ കാണുന്ന ഷവർമ. ഇനി സംഖ്യകൾ കാണുന്ന ഷവർമ എങ്ങനെയാണ്? അതായത് മുസ്ലിമീങ്ങൾ വെക്കുന്നത് പോലെ തലയിൽ തൊപ്പി വെച്ചൊക്കെ ഇരിക്കുന്ന ഒരു ഷവർമ. യഥാർത്ഥത്തിൽ ഇതാണ് ഇവർക്ക് പറ്റിയ ഷവർമ. ഇറച്ചിക്ക് പകരം ഫുള്ള് ചാണകം പുരട്ടിയ നല്ല ഒന്നാന്തരം ചാണക ഷവർമ. ഇതൊക്കെയാണ് ഇനി ഇവർക്ക് വേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ പറയുന്നവനും പ്രസംഗിക്കുന്നതിനുമൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തു വേണമെങ്കിലും വിളിച്ചു പറയുമെങ്കിലും ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് ഒളിച്ചിരുന്നൊക്കെ ഇത്തരം ഷവർമകളും ബീഫും ഒക്കെ തട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് തീവ്രവാദികളെന്നും ആരാണ് രാജ്യദ്രോഹികളെന്നും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ കൃത്യമായ ബോധ്യമുണ്ട്. നോക്കി, അടുത്ത കാലത്തായി പാകിസ്ഥാനിന് വേണ്ടി ചാരപ്പണിയെടുത്ത ഒരുപാട് ആളുകളെ NIA പിടികൂടുകയുണ്ടായി. അതിലെ കുറച്ച് വാർത്തകളാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഇടക്കാലത്ത് വെച്ചാണ് ഒരു ട്രാവൽ വ്ളോഗിൻ്റെ മറവിൽ ഒരു യൂട്യൂബറായ ഒരു പെണ്ണ് ചാരപ്പണി നടത്തിയത്. ഈ പിടിച്ചവരിൽ അധികവും മതം തലയ്ക്ക് പിടിച്ച ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഇവരാരെയും ഞാൻ ഒരു ഹിന്ദു എന്ന് വിളിക്കില്ല. കാരണം നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്തിനെതിരെ ഇവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയില്ല. ഈ പിടിക്കപ്പെട്ടവരിൽ അധികവും RSSൻ്റെയും BJPയുടെയും അനുകൂലികളാണ്. അവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഈ പിടിക്കപ്പെട്ടവരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടായിരുന്നോ? ഒരു മുസ്ലിം പേര് പോലുമില്ല. നോക്കൂ, മലയാള മനോരമയുടെ ഒരു പത്രക്കുറിപ്പാണിത്. ചാരവൃത്തി നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ആ ഒരു യൂട്യൂബറിനെ പിടിച്ച ഒരു വാർത്ത ഏതോ ഒരു പേജിൽ, അവസാനത്തെ പേജിൽ ചെറിയൊരു കോളത്തിലായിരുന്നു. ഇതാണ് ഇവന്മാരുടെ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ്. ഏതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തിയാണ് പിടിച്ചിരുന്നത് എങ്കിൽ, ഇനി അതുപോട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് പിടിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ പത്രത്തിൻ്റെ ഫ്രണ്ട് കോളത്തിൽ വലിയ വാർത്തയാക്കി ഇത്തരം സംഖ്യകൾ, ഇത്തരം വർഗീയവാദികൾ അത് വലിയ ആഘോഷമാക്കി മാറ്റിയേനെ. അതിൻ്റെ പിന്നിൽ വർഗീയത കണ്ടെത്തി വലിയ വിഷയങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചേനെ.